ഹേ ഗെയ്സ്, ഞങ്ങളെല്ലാവരും കൂടി ഞാനും രാജേട്ടനും മോളും കൂടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാട്ടോ മണ്ണാർക്കാട്. അപ്പം പോയിട്ട് വരണ വഴി വലിയ അനിയത്തിയുടെ അടുത്തൊന്ന് കയറാലോ എന്നൊക്കെ വിചാരിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ കേട്ടോ. ധോനി ബേബി എല്ലാവരോടും ഹായ് പറയുന്നുണ്ട്, എല്ലാവരും ഒരു ഹായ് കൊടുക്കണേ. അതേപോലെ വലിയ അനിയത്തിയുടെ അടുത്ത് എത്തിയോളൂ. ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങൾ ഒരു പ്രാവശ്യം പോയുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്റ്റിച്ചൊന്നും വെട്ടിയിട്ടില്ല. അപ്പോൾ അവള് ഒരു കൈ കൊണ്ട് തന്നെ ധോനി ബേബിക്ക് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്തു കൊടുക്കുക കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായി, കാരണം അവളിങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പോൾ കുട്ടീനെ കണ്ടപ്പോൾ അവളുടെ കളിയും ചിരിയൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടീനെ ഇടയ്ക്ക് കൊണ്ടുപോകാന്നൊക്കെ അവൾ എപ്പോഴും പറയും കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ അമ്മ ചായയൊക്കെ വെച്ച് തന്നു, കട്ടൻ ചായ കേട്ടോ. റസ്ക്കും ചിപ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെ കുട്ടിയായിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ പിന്നെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടോ. വരുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 1 മണിയൊക്കെ ആയപ്പോഴാണ് അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഭക്ഷണം കഴിക്കാൻ അവിടെ നിന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ ഒരു ബിരിയാണിയൊക്കെ കഴിച്ചു കേട്ടോ, ചിരക്കപ്പടി വന്നിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്